അല്ല, ഈ തേളും പൂച്ചയായിട്ടുള്ള പോരാട്ടത്തിലേ ഈ ഈ തേളിനോടൊപ്പമാണോ ദൈവം നിൽക്കുന്നത്, പൂച്ചയോടൊപ്പമാണോ? തേളിനെ സംബന്ധിച്ച് അതിൻ്റെ ജീവിതം രക്ഷപ്പെടണം, അതിനുള്ള പോരാട്ടമാണ്. പൂച്ചയെ സംബന്ധിച്ച് അതിൻ്റെ ആഹാരം. ഇവിടെ ദൈവം ഏത് ദൈവമായാലും ഈ ദൈവം ആരോടൊപ്പം നിൽക്കും. ഇതൊരു കൗതുകം തോന്നിയുകൊണ്ട് ഇട്ടതാണ്. പെട്ടെന്ന് ഞാൻ നേരത്തെ ഇതുപോലുള്ള ചില വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തേള് ജീവൻ മരണ പോരാട്ടം നടത്തുന്നു. പൂച്ച ആഹാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം. തേളേതാണ്ട് ചാവറായി. എന്നാൽ ഒരു പൂച്ച മാറി നിൽക്കുകയാണ്. അടുത്ത ആള് ഇവിടെ മീൻ വന്നിട്ടുണ്ട്. മീൻ കഴിക്കാനായിട്ട് ഒരു പൂച്ച മാറി. എന്തായാലും തേളിനെ ഏതാണ്ട് ഒരു പരുവാക്കും. ഇദ്ദേഹം തേളിനെ പിടിച്ചിട്ടില്ല. തേളിനെ പിടിച്ച ആളാണ് അവിടെ. തേളിനെ പിടിച്ച് കടിച്ച് കുടയാണ്. ഇതാണ് നമ്മുടെ പ്രകൃതിയിൽ തന്നെ കാണുന്ന ഓരോരോ കാര്യങ്ങളാണ്. അതായത് കരുത്തുള്ളവർ അതിജീവിക്കും. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. കരുത്തുള്ളവർ അതിജീവിക്കും. ഇവിടെ തേളിന് തൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. കാരണം പൂച്ചയുടെ വിശപ്പ് അതിൻ്റെ അതിജീവനത്തിന് ആഹാരം വേണം. തേളിനെ ആഹാരമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകൃതിയിൽ കാണുന്നത്. ഇത് മനുഷ്യ സമൂഹത്തിലും ഇങ്ങനെയാണ്. കരുത്തുള്ളവൻ അതിജീവിക്കും, ദുർബലനെ ആളുകൾ ഉപയോഗിക്കും. കരുത്തുള്ളവരാവാൻ ശ്രമിക്കുക, ദുർബലനെ ആക്രമിക്കാനല്ല. കരുത്തുള്ളവർ ആകേണ്ടത് ആളുകളെ ആക്രമിച്ചിട്ടുമല്ല, നേരായ വഴിയിൽ നമ്മൾ കരുത്തരാവാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ ഒരു ചിന്ത. ഇവിടെ പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു കൗതുകം തോന്നിയതുകൊണ്ട് പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു, ലൈവ് ഇടാമെന്ന് വിചാരിച്ചു. ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ നന്ദി. കാര്യം നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നത് അപൂർവമാണ്. സാധാരണ വനങ്ങളിലാണ് കാണുന്നത്. നിങ്ങൾക്ക് ഡിസ്കവറിയിലൊക്കെ ഇത് കാണാൻ പറ്റുന്ന സംഭവമാണ്. വലിയൊരു അതിശയപരമായ കാര്യങ്ങളൊന്നും അല്ല. എങ്കിലും ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാനൊരു ദൈവവിശ്വാസിയോ മതവിശ്വാസിയോ ജാതി വിശ്വാസിയല്ല. നിങ്ങളതായിരിക്കുന്നതിൽ എനിക്ക് വിഷമവുമില്ല, വിരോധവുമില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അത് കൂട്ടുന്നതിൽ